ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. അപ്പോൾ ആ ഒരു ദിനത്തിൽ ഇവിടെ മുതുതല ബഡ്സ് സ്കൂളിലെ മുഴുവൻ കുട്ടികളായിട്ട് നമ്മളൊരു സിനിമ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ് ഈ ഒരു ദിവസം. അതിനുവേണ്ടി പ്രവർത്തിച്ചത് മുതുതല വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബാട്ടോ. ഏകദേശം 70 അംഗങ്ങളുള്ള ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഇവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് അവർ, അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സും. ഇതിനുവേണ്ടി പൂർണ്ണ പിന്തുണയുമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആനന്ദവല്ലിയേച്ചി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഈ അവസരത്തിൽ വളരെയധികം സന്തോഷം. ഇന്ന് ഭിന്നശേഷി ദിനമാണ്. അപ്പോൾ ഭിന്നശേഷി ദിനത്തിന് എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ വളരെ കാലമായിട്ട് കുട്ടികൾ പറയുന്ന ഒരു കാര്യമായിരുന്നു അവർക്ക് ഒരു സിനിമ കാണണം എന്നുള്ളത്. അപ്പോൾ അതിന് ഇന്ന് കൊപ്പം സിൻഡിക്കേറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. വെറ്ററൻസ് ക്ലബ്ബ് പിന്നെ അവരാണ് നമ്മളെ കുട്ടികളെക്ക് സിനിമ കാണിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കായിക വിനോദമാണ് ഫുട്ബോൾ. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതാണ്. ആ കായിക വിനോദത്തിനെ നെഞ്ചിലേറ്റിയ ഒരു പറ്റം മധ്യവയസ്കർ വെറ്ററൻസ് FC മുതല എന്നിട്ട് 2 വർഷം മുമ്പ് കൂടുകയുണ്ടായി. അങ്ങനെ അതൊരു കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായി ഏകദേശം 70ഓളം ആളുകളുള്ള ഒരു ഗ്രൂപ്പായി മാറി. സ്കൂളത്തെ കുട്ടികൾക്ക് പല കാര്യത്തിനും നമ്മുടെ മുതുതല വെറ്ററൻസ് ക്ലബിൻ്റെ നല്ലൊരു സാന്നിധ്യം അവരുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സിൻഡിക്കേറ്റിലെ ശ്രീ യുനെസ്കോ നമ്മുടെ കൂടെ ഉണ്ട്. കാരണം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനോട് പൂർണ്ണ സഹകരണമാണ് ഈ സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തുനിന്നായിട്ട്. എന്താണ് ഇതിനെക്കുറിച്ച് 2 വാക്ക്? വേൾഡ് ഡിസേബിൾ ഡേ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഒരു അവസരം കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ നിലനിൽക്കുന്ന സന്തോഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഗോകുലം ടീമുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഇതേപോലെ അവരും ഇതുമായിട്ട് സഹകരിച്ചു. അപ്പോൾ ഇത്തരം കുട്ടികളെയും ഇത്തരം ആളുകളെയും ചേർത്ത് പിടിക്കേണ്ട ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സിനിമ ഒക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ നേരെ ബഡ്സ് സ്കൂളിൽ തന്നെ ബസ്സിൽ നേരെ തിരിച്ചു വന്നു. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ടീച്ചറാട്ടോ. ടീച്ചർ സ്വന്തം മക്കളെ എങ്ങനെയാണോ നോക്കുന്നത് ആ രീതിയിലാട്ടോ ഓരോ ആളുകളെ, ഒരു കുട്ടിയോടോ 2 കുട്ടിയോടോ അല്ല, മുഴുവൻ കുട്ടികളോടും ടീച്ചർ ആ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ്. അത് ശരിക്കും മനസ്സിലൊരു നല്ല സന്തോഷം ഉളവാക്കുന്ന ഒരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ. അതെ, പ്രതീക്ഷിന്റെ ഒരു അടിപൊളി പാട്ടുണ്ടോ? അലക്കിക്കോ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. ഉണരുമീ ഗാനം ഒരുകുമെന്നൊള്ളം സുഹൃത്തുക്കളെ, പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് കേട്ടോ. സാധാരണ രീതിയിൽ ജനപ്രതിനിധികളൊക്കെ ഇത്തരം പരിപാടികളിൽ വന്നിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഇവരുടെ കൂടെ ആ സിനിമ മുഴുവനായി കാണുകയും അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടാട്ടോ ഇവിടുന്ന് പ്രസിഡന്റ് പോയിട്ടുള്ളത്. അത്രയും തിരക്കുണ്ടായിട്ട് പോലും ഇതിനോട് സഹകരിച്ചു. അതിന് പ്രസിഡന്റിനോട് പ്രത്യേക നന്ദി അറിയിക്കുക കേട്ടോ ഈ ഒരു അവസരത്തിൽ. അതെ, കോർഡിനേഷനെ പറ്റിയിട്ട് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? വെറ്ററൻസിനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 100% ആ കാര്യം സക്സസ് ആവും എന്നുള്ളതിൻ്റെ തെളിവല്ല ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ കുട്ടികൾ കണ്ടത്.